നമസ്കാരം. നമസ്കാരം. പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയാവുന്നു. ആ ഒഴിവിലേക്ക് ഒരു KPCC പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പതിവ് പോലെ കോൺഗ്രസിൽ പല സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള വടംവലി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നിലധികം പേര് ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ പ്രമുഖ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും മത്സരം നടക്കുന്നു, അഥവാ മത്സരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പലപ്പോഴും പല രീതിയിൽ സംശയാസ്പദമായ രീതിയിലുള്ള ഇടപെടലുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് പോലുള്ള ശക്തമായ ഒരു നിലപാടുമായി പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തോട് വ്യക്തമാക്കാനായി അത്രത്തോളം ആർജവമുള്ള നേതാക്കൾ കടന്നു വന്നിട്ടില്ല എന്ന് തന്നെയാണ് സമൂഹം കൃത്യമായി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് 10 വർഷങ്ങൾക്ക് ശേഷം മന്ത്രിസഭ കിട്ടുമ്പോൾ KPCCയുടെ ഒരു പ്രവർത്തനം അതിൽ സ്തുത്യർഹമായിരുന്നു എന്ന് പറയുമ്പോൾ സുധാകരനിൽ നിന്നും KPCC പ്രസിഡന്റ് സ്ഥാനം പിന്നീട് സണ്ണി ജോസഫിലേക്ക് വന്നു ചേരുന്നു. പ്രതിപക്ഷ സ്ഥാനത്ത് VD സതീശൻ നിൽക്കുമ്പോൾ ഈ ഒരു ടീം വർക്ക് UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ തീർച്ചയായും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ അർഹനായ ഒരാളെ കണ്ടെത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. ഇവിടെ പലപ്പോഴും എന്ന പോലെ കോൺഗ്രസിൽ ഇക്കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ, ഐകകണ്ഠേന തീരുമാനമെടുക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, പല പക്ഷങ്ങളും ചർച്ച ചെയ്ത് ഒടുവിൽ തീരുമാനമെടുക്കേണ്ടതായി വരും. എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഫവാസിന് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇതിലിപ്പോൾ നമുക്ക് 2 തെരഞ്ഞെടുപ്പാണുള്ളത്. ഒന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്തോട്ട് ആര് വരും എന്നുള്ളൊരു സാധനം, തൊട്ടപ്പുറത്ത് കിടക്കുന്നത് യൂത്ത് കോൺഗ്രസ് പദവിയിലോട്ട് ആര് വരും എന്നുള്ളൊരു സാധനം. നമുക്കറിയാം, ആദ്യം യൂത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതിനുശേഷം വലിയ വിവാദങ്ങൾ വരുന്നു. അതിനുശേഷം പിന്നീട് MLA ആവുന്നു. പല വിവാദങ്ങളോട് പോകുന്ന MLA സ്ഥാനം രാജിവെക്കുന്നു. OJ ജനീഷ് എന്ന് പറഞ്ഞ ആൾ വരുന്നു. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് ആയി കുറച്ച് മാസം ആകുന്നതിനപ്പുറം തന്നെ ഒരു MLA ഇലക്ഷൻ നേരിടുന്നു, വിജയിച്ചു കയറുന്നു. വിജയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം യുവജന കായിക വകുപ്പ് കൊടുക്കുന്നു. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു. യൂത്ത് കോൺഗ്രസിലെ പദവിയിലോട്ട് വരുന്ന അതേ പാടെ തന്നെ MLA ആവുന്നു. MLA ആയ നിമിഷങ്ങൾക്കകം തന്നെ മന്ത്രിയാവുന്നു. അതുകൊണ്ട് OJ ജനീഷിന്റെ കാര്യം എന്തായാലും യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്നാലും മാറുന്നുള്ളത് ഉറപ്പായി. അല്ല, ഇവിടെ ഞാനൊന്ന് ഇടപെടാണെന്ന് ധരിക്കരുത്. യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ രാശിയുള്ള ആളുകളാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് വന്നു, ഉടനെ MLA ആയി. അതുപോലെ ഇപ്പൊ ജനീഷ് MLA ആയി, മന്ത്രിയായി. അത് രാശിയുള്ളൊരു സ്ഥാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പതനം കൂടി ഉണ്ടായിരുന്നു അവിടെ. അതായത് എനിക്കും തോന്നിയിട്ടുള്ള സാധനം, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് MLA ആവാൻ പറ്റി. അപ്പം ആ ഒരു എല്ലാം രാശിയുള്ള ഒരു സീറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സാധനം. പക്ഷേ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ കുറച്ച് വിവാദങ്ങളിലും പെട്ടുകൊണ്ട് തന്നെ രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരെ പോയായിരുന്നു കാര്യങ്ങളൊക്കെ. അത് MLA ആയിരിക്കുമ്പോഴാണ് അപ്പൊ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് വരുന്ന ആൾക്ക് രാശി ഉണ്ട് എന്തായാലും. അതെ, അതെന്തായാലും ഉണ്ട്, കാര്യത്തിൽ എന്തായാലും സംശയമല്ല. പിന്നീട് അതിലോട്ട് ഇപ്പൊ വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ ബിനു ചുള്ളിലിനെ ഈ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ് പദവിയിലോട്ട് കൊണ്ടുവരണം എന്ന് അറിയുന്നുണ്ട്. എന്തുകൊണ്ടും കഴിവുള്ള നേതാവ്. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമീപിക്കുന്ന മറ്റൊരു പേരാണ് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ നേരിട്ട ആള്. അദ്ദേഹത്തിന്റെ പേരെന്തിരുന്നു? അബ്ദുൾ റഷീദ് അല്ലെ? അബ്ദുൾ റഷീദ് ധർമ്മടത്ത് പിണറായി വിജയനെ നേരിട്ട് 50,000 ഭൂരിപക്ഷത്തിൽ നിന്ന് 19,000 ചുരുക്കി കൊണ്ടുവന്ന നേതാവ്. നല്ലൊരു എന്താ പറയാ, പ്രാസംഗികനാണ്. നന്നായിട്ട് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു നേതാവാണ്. ഇത് രണ്ടും അവരുടെ മുൻഗണനയിൽ. പക്ഷെ ഇതൊന്നും കൂടാതെ ഇപ്പോൾ ഏറ്റവും മുത്തായിട്ട് വരുന്നത് AICC പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പറയാം, തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം വന്നത്. അതന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കള്ള ID ഉണ്ടാക്കി, അതിന്റെ പേരിലാണ് ജയിച്ചു വന്നത്. അതിന് ഷാഫി പറമ്പിൽ ഒത്താശ പിടിച്ചു കൊടുത്തു എന്നുള്ള തരത്തിൽ പല വിവാദങ്ങൾ വന്നായിരുന്നു. അപ്പം അതേ തരത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ വെക്കാന്നുള്ള ഒരു സാധനം AICC മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പം അത് എന്താവും എന്നുള്ളത് അറിയില്ല. ഒന്നീ പറഞ്ഞ പോലെ 2 പേര് മുമ്പോട്ട് വെക്കുന്നു. ഇത് രണ്ടും അല്ലാണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ AICC മുമ്പോട്ട് വെക്കുന്ന കാര്യം റീ എലക്ഷൻ നടത്തുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പദവിയിലോട്ടുള്ളത്. പിന്നെ നമ്മൾ KPCCയിലോട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും 3 പേരാണ് ചർച്ചകളിൽ നിൽക്കുന്നത്. ഒന്നീ പറഞ്ഞ പോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ
എന്താ പറയുക, കൊടിക്കുന്നിൽ സുരേഷ് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ബെന്നി ബെഹനാൻ നിൽക്കുന്നുണ്ട്, ആന്റോ ആന്റണി നിൽക്കുന്നുണ്ട്, അതേപോലെ ഷാഫി പറമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 4 പേരാണ് പ്രകാശം ഇപ്പോ വാദം ഉന്നയിച്ച് നിൽക്കുന്നത്. അടൂർ പ്രകാശും മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ വാദങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടാണ്ട് ഏറ്റവും പുതുതായിട്ട് പറ്റുന്നത് VS ശിവകുമാറാണ്. അദ്ദേഹം VS ശിവകുമാർ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷനിൽ അദ്ദേഹം ജയിക്കുന്ന ഉറപ്പുണ്ടായിരുന്ന സീറ്റ് വിട്ടുകൊടുത്ത് AICCയും അല്ലെങ്കിൽ KC വേണുഗോപാലൊക്കെ പറഞ്ഞതിന് ഭാഗമായിട്ട് മറ്റൊരു സീറ്റ് പോയി മത്സരിക്കുന്നു, അവിടെ തോൽക്കുന്നു. അപ്പം ആ തോറ്റീന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്ക് തനിക്ക് എന്താ പറയാ തനിക്കൊരു KPCC പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുള്ളത് VS ശിവകുമാർ പറയുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് KC വേണുഗോപാലിനെ പോയി കണ്ടു, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, പരാതി ബോധിപ്പിച്ചു, കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൂടാതെ മറ്റു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ AICC നിർദ്ദേശപ്രകാരം ഓൾറെഡി ഉള്ളൊരു സാധനമാണ് മുമ്പ് MP മാരായവർ അല്ലെങ്കിൽ MLA മാരായി നിൽക്കുന്നവർ മത്സരിക്കണ്ട എന്നുള്ളൊരു സാധനം. പക്ഷെ എത്ര പേര് ഇത് അംഗീകരിക്കും എന്നുള്ളത് അറിയില്ല. AICC അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും സുധാകരനായപ്പോൾ പോലും സുധാകരൻ ഈ പറഞ്ഞ പോലെ MP ആയിരുന്നു, കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ഇത് വാക്കിലും അല്ലെങ്കിൽ പ്രവൃത്തിയിലും എന്തായാലും പേപ്പറിൽ സാധനം ഉണ്ടാവും. അല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ 4 ദിവസം ആശങ്ക ഉളവാക്കി വളരെ പ്രതിസന്ധിയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിച്ചത് കെ സുധാകരൻ തന്നെയാണ്. 4 ദിവസം വേണ്ടി വന്ന് പിന്നെ സുധാകരനെ അനുനയിപ്പിക്കാൻ വർക്കിംഗ് മെമ്പറായ AK ആന്റണി വരെ ബന്ധപ്പെടേണ്ടതായി വന്നു എന്നുള്ളതാണ് നമ്മൾ പുറത്തറിഞ്ഞത്. 4 ദിവസം സുധാകരൻ ഡൽഹിയിൽ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വാതിലടച്ചിരുന്നു, അഭിപ്രായങ്ങളൊന്നും പറയാതെ. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയുടെ പാർശ്വവർത്തികൾ എന്ന് പറയുന്ന ആളുകളും ഖാർഗെയുടെ പാർശ്വവർത്തികളൊക്കെ ആയിട്ട് മാരത്തൺ ചർച്ച നടക്കുന്നു. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ സുധാകരൻ തയ്യാറല്ല എന്ന് പറയുന്നു. MP മാർ മത്സരിക്കേണ്ട എന്ന നിയമം അനുസരിക്കണം എന്നുള്ളൊരു രീതി വരുന്നു. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് സുധാകരനെ അനുനയിപ്പിച്ച് മാറ്റി നിർത്തിയത് എന്ന് പറയുമ്പോൾ ഇവിടെയും ആ രീതി പ്രാവർത്തികമാകോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മല്ലികാർജുൻ ഖാർഗെ ആളി പറഞ്ഞ പോലെ ഒരു ദളിത് മുഖാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പ്രസിഡന്റാണ്, കോൺഗ്രസിന് സംബന്ധിതനായ നേതാവാണ്, കർണാടകക്കാരനാണ്. അപ്പൊ അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദളിത് മുഖങ്ങൾക്ക് എപ്പോഴും പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത് ഒരു സാധനമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷ് ഈ സാധനമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് പോയി കണ്ടു എന്നുള്ള സാധനം പുറത്തു വരുന്നുണ്ട്. ഒരു ദളിത് പ്രതിനിധി, അതെ, ഒരു ദളിത് പ്രാതിനിധ്യം വേണം, ദളിത് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തന്നെ KPCC പ്രസിഡന്റ് ആക്കണം എന്നുള്ള സാധനം കൊടിക്കുന്നിൽ സുരേഷ് നേരിട്ട് പോയെങ്ങാണ്ട് മല്ലികാർജുൻ ഖാർഗെ ആയിട്ട് കണ്ടു ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ നോക്കുകയാണ് ഇപ്പൊ ഒരു ഭാഗത്ത് ഷാഫി പറമ്പിലുണ്ട്. ഷാഫി പറമ്പിൽ നിലവിലെ MP ആണ്. അല്ല, അവിടെ ഞാൻ ഇടപെട്ട് സംസാരിക്കല്ല, ഈ മല്ലികാർജുൻ ഖാർഗെ പ്രായാധിക്യം കൊണ്ട് അവിടെ AICCയുടെ തലപ്പത്ത് നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേണുഗോപാലിന് ഓഫർ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം പോയതിന്റെ പേരിൽ പകരം അങ്ങനെയൊരു സെറ്റിൽമെന്റ് ആണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഏത് ആവശ്യവും കണ്ണടച്ച് അംഗീകരിക്കുന്ന ആളാണ് ഖാർഗെ. അപ്പൊ ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യമുണ്ട്. അദ്ദേഹം കൂടാതെ രോഗാതുരനാണ്, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത നമ്മൾ കണ്ടല്ലോ. സത്യപ്രതിജ്ഞയ്ക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവശത നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു പ്രായാധിക്യം കൊണ്ടുള്ള റിട്ടയർമെന്റ് എന്ന രീതിയിൽ പോണെയും രാഹുൽ ഗാന്ധി അങ്ങനെ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മാറും. പകരം ആ സീറ്റിലേക്ക് KC വേണുഗോപാലിനെ കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിനും ഒരു ദളിത് മുഖം KPCCക്ക് ഉണ്ടാവട്ടെ എന്നുള്ളൊരു തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടിക്കുന്നിൽ സുരേഷിന് നറുക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്താ കേരളത്തിൽ ഈ സാധനം വരുമ്പോൾ 3 മതക്കാരും ക്ലെയിമായിട്ടും പോകുന്നുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ 28% വരുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രതിനിധി എന്നുള്ളതിലേക്ക് ഷാഫി മുമ്പോട്ട് വെക്കുന്ന സാധനം താനൊരു മൈനോറിറ്റി വിഭാഗത്തിൽ വരുന്ന ഒരാളാണ്, അതുകൊണ്ട് തനിക്ക് പ്രാതിനിധ്യം തരണം. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് കൊടുത്ത KC ജോസഫിന് കൊടുത്ത സണ്ണി ജോസഫിന് കൊടുത്ത പദവി ഇതേ കാര്യം വെച്ചിട്ടായിരുന്നു. കാരണം ക്രിസ്ത്യൻ മൈനോറിറ്റി എന്നുള്ള ഒരാൾ വരണം എന്നുള്ളൊരു സാധനം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ സാധനം കൊടുത്തത്. അപ്പം ഇത്തരത്തിൽ ജാതി മത സമവാക്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആർക്ക് കിട്ടുന്നുള്ള സാധനം എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കീറാമുട്ടി അത് തന്നെയാണ്. പല വിഭാഗങ്ങളുടെ ആ ഒരു സമവാക്യം പരിശോധിക്കേണ്ടതായിട്ട് വരും. അത് പിന്നെ ഈ ഒരു സാറ് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞല്ലോ.
AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നിൽക്കുന്നിടത്തേക്ക് KC വേണു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും അതേപോലെ തന്നെ ശശി തരൂരും തമ്മിൽ നേരിട്ടൊരു മത്സരമായിരുന്നു. അപ്പം അത്രയും കാലം കോൺഗ്രസിൽ കേട്ടുകേൾവില്ലാത്തൊരു അല്ലാതെ അങ്ങനെ ഒരു മത്സരത്തിന് വഴി ഒരുങ്ങിയത് ശശി തരൂരിനെ അല്ലാതെ സ്വമേധ രാഹുൽ ഗാന്ധിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു നേതാവ് കൂടിയാണ് ശശി തരൂർ എന്നുള്ളത് അറിയാലോ. അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിന് അർഹനാണ്, ആ സ്ഥാനത്തിന് അർഹനാണ്. ഒരുപക്ഷെ ഖാർഗെയേക്കാൾ നല്ല ഒരു പ്രസിഡന്റ് ആയിരിക്കാൻ സാധ്യത കഴിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശശി തരൂരിനുണ്ട്. പക്ഷെ കോൺഗ്രസിൽ പ്രവർത്തിച്ചുള്ള പ്രവർത്തന പാരമ്പര്യവും സീനിയോറിറ്റിയും ഈ ദളിത് പ്രാമുഖ്യമൊക്കെ നോക്കുമ്പോൾ ഖാർഗെ, പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തനായ ഒരാളെ വേണം അവിടെ ആ പദത്തിൽ ഇരുത്താൻ വേണ്ടി. അത് തന്നെയാണ് KC വേണുഗോപാലും ഇപ്പൊ ഈ AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിരിക്കാനുള്ള കാര്യം അതൊക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അവിടെ നോക്കുന്നത് വിശ്വാസ്യത തന്നെയാണ്. അപ്പോൾ ശശി തരൂര് അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മത്സരത്തിന് ഇറങ്ങുന്നതും. ഖാർഗെയായിട്ട് മത്സരിച്ചിട്ട് പോലും അദ്ദേഹം തെറ്റില്ലാത്ത രീതിയിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം, ഇങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുമോ എന്നുള്ളൊരു സാധനം നേരത്തെ നമ്മള് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം പറഞ്ഞ പോലെ ദേശീയ തലത്തിലോട്ട് നോക്കുമ്പം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നടത്തുമോ എന്നുള്ളതും തരൂർ വീണ്ടും മത്സരത്തിന് ഇറങ്ങുമോ എന്നുള്ളതും KC വേണുഗോപാലും തരൂരും രണ്ടുപേരും കേരളക്കാരാണ്, ഏറ്റുമുട്ടുമോ എന്നുള്ളതും എന്തായാലും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ വ്യക്തിപരമായൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായും നയിക്കാൻ ശേഷിയുള്ള ലോകപരിചയമുള്ള നേതാക്കൾ തന്നെ വേണം. എന്നാൽ മാത്രം ഇപ്പൊ യുവതയെ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തി നിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു, ആഗോള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനും ഇന്ത്യക്കും അതുകൊണ്ട് ഏത് തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അത്തരത്തിൽ ചിന്തകളുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിഷനുള്ള ആളുകളെ തന്നെയാണ് നേതൃസ്ഥാനത്തേക്ക് ആളുകൾ എപ്പോഴും പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്തേക്കൊക്കെ ശശി തരൂർ വളരെ യോഗ്യം തന്നെ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതികളും ഒക്കെ വളരെ വ്യത്യസ്തം തന്നെയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളും ജാതിമത സമവാക്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഇത്രയും വലിയൊരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിക്കേണ്ടതായി വരും. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾക്ക് പിന്നീട് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് പോലെ വീണ്ടും പാർട്ടിക്ക് വലിയ ഔന്നത്യത്തിൽ നിന്ന് പാതാളത്തിലേക്ക് പതിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട താല്പര്യങ്ങളാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഈ ചർച്ചയൊന്നും ഒരുപക്ഷെ കോൺഗ്രസിന്റെ കർണങ്ങളിൽ പോലും എത്താൻ സാധ്യതയില്ല. അതെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള തരൂർ എന്തുകൊണ്ട് ഒരു ആഗോള നേതാവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ഗായ് എന്നുള്ള നിലയ്ക്ക് വളരെ വിദ്യാസമ്പന്നനായ UN വരെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കി ഖാർഗെക്കൊക്കെ അടിത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UN മത്സരത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു, UN വലിയ തരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ച ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാൾ നേരിട്ട് കൊണ്ടുവന്നതാണ് കോൺഗ്രസിലോട്ട്. അപ്പം അദ്ദേഹത്തിന് അടിത്തട്ടിൽ കോൺഗ്രസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതോ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളതോ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതോ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കുറവാണ്. പക്ഷെ ഒരു നല്ല സംഘടനാകാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് അദ്ദേഹത്തിന് പറ്റും. പക്ഷെ അടിത്തട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എത്രത്തിൽ സോൾവ് ആക്കും എന്നുള്ള വലിയൊരു പ്രശ്നം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. പിന്നെ പല കാര്യങ്ങളായിട്ട് ദേശീയ തലത്തിൽ വരുമ്പോൾ മോദിയായിട്ട് പല കാര്യങ്ങളിലും സന്ധി ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി പറയുമ്പോൾ പോലും അതിനെതിർത്ത് പറയുന്ന ഒരു നേതാവായിരുന്നു തരൂറും. പല കാര്യങ്ങളും അവിടെയാണ് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കാണേണ്ടത്. അത് ഇവിടെ കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതായത് സർക്കാരുകൾ ഏതാവട്ടെ കക്ഷി രാഷ്ട്രീയത്തിൽ ഉപരിയായി നിലപാടുകൾ ശരിയാണെങ്കിൽ ആ നിലപാടുകളെ അംഗീകരിക്കുക എന്നുള്ളത് അതൊരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമായി മാറണം എന്നുള്ള ഒരു രീതിയാണ് വെച്ച് പുലർത്തിയത്. ഞാൻ നോക്കിയിട്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിലോട്ട് വരുമ്പോൾ പല കാര്യങ്ങളും BJP പുകഴ്ത്തി പറയുന്നത് കാണാം. അതേപോലെ തന്നെ പല കാര്യങ്ങളും കേരളത്തിലോട്ട് വരുമ്പോൾ CPM പുകഴ്ത്തി. ആദ്യം ഞാൻ വിചാരിച്ചു ആളുടെ പോക്ക് CPM എന്നുള്ളൊരു സാധനം വരുന്നു. പിന്നെ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ വരുമ്പോൾ ദേശീയ തലത്തിൽ BJP സപ്പോർട്ട് ചെയ്ത് പറയുന്നു, പിന്നെ പല കാര്യങ്ങളും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഇപ്പൊ പുതുതായി നിന്ന് കൊക്കോച്ച് ജനതാ പാർട്ടി എന്ന പുതിയൊരു പാർട്ടി CJP വരുന്നു. അപ്പൊ അതിന് അവരനുകൂലിച്ച് പറയുന്നത് യുവാക്കളുടെ ഫ്രസ്ട്രേഷനാണ്, അവരുടെ തൊഴിലില്ലായ്മയും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നേറ്റം വരുന്നത്. അത് അവരെ കേൾക്കുക തന്നെ വേണമെന്ന് പറയുന്നത്. ഫവാസ, ഞാൻ ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. നോക്കൂ, ഈ CJP എന്ന് പറഞ്ഞ കോക്രോച്ച് CJP എന്ന് പറഞ്ഞ ഈ പാർട്ടിക്ക് 2 ദിവസത്തിനുള്ളിൽ കിട്ടിയ ഒരു ജനകീയ പിന്തുണ എന്ന് പറയുമ്പോൾ
വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള യുവത കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അവർ വയ്ക്കുന്ന ആശയങ്ങൾ ഫോളോ ചെയ്യാൻ ആളുകളുണ്ടെന്ന് പറയുമ്പോൾ ആശയത്തിൻ്റെ ഒരു പ്രത്യേകതയും പ്രസക്തിയും ഉണ്ടല്ലോ. അതായത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഭാഗത്ത് നിന്നും യുവാക്കളെ പാറ്റകളോട് ഉപമിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ പാറ്റകളോ പാറ്റകളോ അല്ല, അസ്തിത്വമുള്ള ആളുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് വിഷൻ ഉണ്ട്, ഞങ്ങൾ ശ്രമിച്ചാൽ ഇന്നതൊക്കെ നടക്കുമെന്നുള്ളതിന്റെ കൃത്യമായ ഒരു നിദർശനം തന്നെയായിരുന്നില്ലേ. ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് വരെ ഒരുപക്ഷെ വ്യക്തിപരമായി ഞെട്ടിക്കാണണം ഇവരുടെ ഈ ഒരു ജനകീയത, ജനസമ്മതി കണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും യുവതയെ കണക്കിലെടുക്കാതെ ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. നമ്മളൊന്ന് സന്ദർഭിച്ചാൽ പറയട്ടെ, ടിയാനമെൻ സ്ക്വയറിൽ അന്ന് 20,000-ഓളം വിദ്യാർത്ഥികളെ വെടിവെച്ച് വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവണം അവിടെ. അതായത് യുവതയെ ഉൾക്കൊള്ളാതെ, യുവതയുടെ വികാരത്തെ മാനിക്കാതെ ഒരിക്കലും ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കോ എക്സിക്യൂട്ടീവിനോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവര് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ നാളത്തെ ശില്പികൾ തന്നെയാണ്. ആ ഒരു സത്വം അവർക്കുണ്ട്. ആ സത്വബോധം വളർത്താൻ രാഷ്ട്രീയക്കാരും തയ്യാറാവണം. ഇന്നിപ്പോൾ യുവാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ വിഭജിച്ച് വേറിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിർത്താൻ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ CJP കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിൽ ഇപ്പം ഈ CJP ബന്ധപ്പെട്ട കാര്യത്തിൽ തരൂർ സപ്പോർട്ട് കൊടുക്കുന്നു, അത് യുവാക്കൾ കേൾക്കേണ്ട കാര്യമാണ്. അപ്പം പലപ്പോഴും നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും തരൂറിന്റെ പോക്ക് ഇടതുപക്ഷത്തോട്ടാണ് അല്ലെങ്കിൽ വലതുപക്ഷത്തോട്ടാണ്, കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായി പോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് യോജിച്ചു പോകുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ ഡിഫറെന്റ് ആണ്. ബാക്കി കോൺഗ്രസിന്റെ ഐഡിയോളജി എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം വളരെ വ്യത്യസ്തമായി കാഴ്ചപ്പാട് കാണുന്ന, അല്ലെങ്കിൽ പല തലങ്ങളിലും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോ മറ്റാരും പോവാത്ത പല തലങ്ങളിലും അദ്ദേഹം പോയിട്ടുണ്ട്, അത്രോളം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തത് പോലും. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം എങ്ങനെയായിരിക്കും KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്, ആരൊക്കെ ഇനി പുതുതായിട്ട് രംഗത്തോട്ട് ഇറങ്ങുന്നുള്ളതും, യൂത്ത് കോൺഗ്രസ് വീണ്ടും ഒരു വഴിയാമുട്ടിയാവുമോ എന്നുള്ളതും, KPCC പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി 12 ദിവസം കാത്തു നിൽക്കേണ്ടതുപോലെ ഇനിയൊരു എന്താ പറയാ 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഇത് എത്തരത്തിൽ പോകും എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അല്ല, അത് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഫവാസ് പറഞ്ഞത്. കാരണം UDF ഭരണം കിട്ടിയിരിക്കുന്നു. കോൺഗ്രസ് പ്രമുഖ കക്ഷിയായ UDF ഭരണം കിട്ടുമ്പോൾ തീർച്ചയായും KPCC പ്രസിഡന്റ് ഈ നിലവിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭരണകൂടവും തമ്മിൽ തെറ്റാത്ത രീതിയിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള, അതിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും CPM മുഖ്യമന്ത്രിയും എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു ചേർച്ചയുള്ള ആൾ തന്നെയായിരിക്കും മിക്കവാറും പരിഗണിക്കാൻ സാധ്യത. അതിന് വിഭിന്ന സ്വരം വരുമ്പോൾ തീർച്ചയായും അത് പാർട്ടിയിലും ഭരണത്തിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും. അവിടെ ഒരുപക്ഷെ VD സതീശന് കൂടി താല്പര്യമുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞു കേട്ട പേരുകാരിൽ ആരെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ളത് ഒരു ചോദ്യത്തിന് തന്നെയാണ്. ആരാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.